മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദ ലോർഡ്. അത്യുന്നതകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സ്വർഗീയ മാലാക വൃന്ദത്തിന്റെ ഈ ദൈവസ്തുതി ഗാനം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കുഞ്ഞിന്റെ ഓരോ ചുവടുവെപ്പിലും ആ കുഞ്ഞിന്റെ അമ്മയുടെ സ്ഥാനം വളരെ വലുതാണ്. ഇന്ന് UAE നഴ്സസ് മിനിസ്ട്രിയിലെ നഴ്സുമാരും അവരുടെ നഴ്സിംഗ് പഠിക്കുന്ന മക്കളും ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ചേരുമ്പോൾ തിരുകുടുംബത്തിന്റെ സമാധാനം എന്നും നമ്മുടെ കുടുംബങ്ങളിലും നിറയട്ടെ. ഹലോ, ഇതാരാ? വാ വാ. ഇല്ലില്ല, ഞങ്ങൾ പാർക്കിങ്ങിൽ വെച്ച് കണ്ടതേ ഉള്ളൂ. എനിക്കിന്ന് ഓഫ് കിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? കുട്ടിയായിരുന്നു, പിന്നെ ഇൻചാർജും കൊളീഗ്സ് ഒക്കെ നല്ല കട്ട സപ്പോർട്ട് ആയതുകൊണ്ട് ഓഫ് ദൈവകൃപയാലെ അഡ്ജസ്റ്റ് ആയി കിട്ടിയില്ലേ? ആയോ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ജോളി. ഇത് ആരുടെ ഐഡിയ? ഞങ്ങളെല്ലാരും കൂടി ഉണ്ടാക്കിയ. ഒത്തിരി രസമുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഡെക്കറേഷനൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ക്രിസ്മസിനെ കുറിച്ച് ഓർത്തു പോവാണ്. അന്നത്തെ കാലത്ത് ഇഞ്ചിപ്പുല്ലും വൈക്കോലും ഒക്കെ വെച്ചാണ് ഞങ്ങൾ പുൽക്കൂട് തയ്യാറാക്കണത്. പിന്നെ ഡിസംബർ മാസം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ആഘോഷത്തിനായിട്ട് ഒരുക്കം തുടങ്ങി. ഞങ്ങൾ സൺഡേ ക്ലാസ്സിൽ സിസ്റ്റർ ചോദിക്കും ഞങ്ങളോട്, ഇത്തവണത്തെ ക്രിസ്മസിന് നിങ്ങൾ ഉണ്ണീശോയ്ക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കണേ ചോദിക്കും ഞങ്ങളോട്. എന്നിട്ട് പറയും, നമുക്ക് ഒരു ഉണ്ണിക്കടക്കായാലോ, അല്ലെങ്കിൽ തണുപ്പുള്ള മാസമല്ലേ, നമുക്ക് ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരു പുതപ്പ് കൊടുത്താലോ എന്ന് ചോദിക്കും. പൊതപ്പോ? അതെങ്ങനെ പൊതപ്പ് ഉണ്ടാക്കണം? നമ്മൾ തുണി കൊണ്ടോ ബാക്കി മെറ്റീരിയൽ കൊണ്ടോ ഒന്നും അല്ല നമ്മൾ ഉണ്ണീശോയ്ക്കുള്ള മെത്തയും പുതപ്പും തയ്യാറാക്കണത്. നമ്മൾ ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികൾ, കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, ഇതിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഉണ്ണീശോയ്ക്കുള്ള സമ്മാനങ്ങൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറയാം, ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അത് ഈശോയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാം, ഒരു 25 days നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാം. അതുപോലെ നമുക്ക് അന്നായാലും ഇന്നായാലും കുട്ടികൾക്ക് ചെറിയൊരു മടിയുണ്ട് അല്ലേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ ചെറിയൊരു മടിയുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു 25 ദിവസം നമുക്ക് അപ്പയ്ക്കും അമ്മയ്ക്കും ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ 2 ഫ്രണ്ട്സ് തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സ്നേഹത്തോടെ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാം. അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്നേഹപ്രവൃത്തികൾ, ഒരു ത്യാഗം, ഒരു പ്രാർത്ഥന, ഒരു സ്നേഹപ്രവൃത്തി, ഇതെല്ലാം ചേരുമ്പോൾ ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം തയ്യാറാവും. അപ്പം നമ്മളിതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഈശോ 25-ാം തീയതി ക്രിസ്മസിന് ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഉണ്ണീശോയ്ക്ക് കൊണ്ടുചെന്ന് കൊടുക്കും. അപ്പം ഞങ്ങൾക്ക് തോന്നും പുൽക്കൂട്ടിലെ ഉണ്ണീശോ ചിരിക്കുകയാണെന്ന് തോന്നും. കാരണം ആ പുൽക്കൂട് നിറയെ ഞങ്ങളുടെ സമ്മാനങ്ങളാണല്ലോ. പിന്നെ നേഴ്സിംഗ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സിൻ്റെ അവകാശമായിരുന്നു ട്രീ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യും. പിന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൈമാറും. പിന്നെ അന്നത്തെ ഡ്യൂട്ടിയും പഠിപ്പും ഇതെല്ലാം കാരണം കൊണ്ട് അങ്ങനത്തെ ആഘോഷങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുമായിരുന്നു. കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ. ഏതായാലും ഈ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം ആൻറ്റി പറഞ്ഞതുപോലെ നിങ്ങളും ഇതുപോലെ ഈശോയ്ക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. ഏതായാലും ഈ വർഷത്തെ കടന്നു പോയല്ലോ. അടുത്ത വർഷം എന്തായാലും ട്രൈ ചെയ്യാം. വായോ, ഇരുന്ന് സംസാരിക്കാം. വാ. അതെ, ശരിയാ. ഇരിക്ക്. പിന്നെ കുടിക്കാനായിട്ട് ചായ എടുക്കട്ടെ? ജോലി ഞങ്ങളിപ്പം കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ. സിനിക്ക് വല്ലതും വേണോ? വേണ്ട, ഞങ്ങൾ ജസ്റ്റ് കഴിച്ചേ ഉള്ളൂ. ജോലി വന്ന് ഇവിടെ ഇരിക്കേ. മോളെ 4th year അല്ലേ ഇപ്പൊ? ഇപ്പൊ 4th year. ക്ലിനിക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്താ? ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ് ഇതുവരെ പോയിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ അടുത്ത് ER ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ എന്നെ ഓക്കെ. ആൽബിയ, ആന്റിമാരൊക്കെ വന്നിട്ടുണ്ട്. ആൽബിയ മോളെ, എന്തുണ്ട് വിശേഷം? നാട്ടില് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ എവിടെ വരെ എത്തി? ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു ആൻറ്റി. കോളേജിലത്തെ സെലിബ്രേഷൻസ് ഓൾറെഡി കഴിഞ്ഞു.
ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരു സ്കിറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂക്കായുടെ സുവിശേഷം, യേശുവിന്റെ ജനനത്തിനെ കുറിച്ചുള്ള അറിയിപ്പ്, അത് ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ സ്കിറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ പ്രോഗ്രാമിന്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഉണ്ടാക്കിയ ക്രിബിലേക്ക് പ്രിൻസിപ്പൽ ഉണ്ണീഷോനെ പ്ലേസ് ചെയ്ത് വെൽക്കം ചെയ്യുന്നതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. കാരോൾ, സാന്റ, ഏഞ്ചൽ കോമ്പറ്റീഷൻ, ക്രിബ് മേക്കിംഗ്, അങ്ങനെ കുറെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിലാണെങ്കിലും ഞങ്ങൾ പറ്റുന്ന പോലെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് വൈസും വാർഡ് വൈസും ഒക്കെ ആയിട്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിലും കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. ക്രിബ് മേക്കിങ്ങും ട്രീ ഡെക്കറേഷനും ഒക്കെ ആയിട്ട് എല്ലാവരും ബിസിയാണ്. എന്നാ ഓക്കെ മോളെ, അമ്മയ്ക്ക് കൊടുക്കാം. ഓക്കെ മോളെ, മമ്മി വെക്കുകയാണേ, പിന്നെ വിളിക്കാട്ടാ. ശരിയേ. നേഴ്സിങ്ങിന് പോയതിനു ശേഷം മോൾ ഒത്തിരി മെച്ചറായി അല്ലേ ജോളി? ആ, കുറേ വ്യത്യാസമുണ്ട്. ഇവിടെ വെച്ച് അസൈൻമെൻ്റ് ഒക്കെ ഒത്തിരി കുറച്ച് ലാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആൾ ഉറങ്ങും. പിന്നെ പ്രയറിൻ്റെ കാര്യത്തിലായാലും ഇവിടെ വെച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കണം. ഇപ്പോൾ ഡെയിലി കോളേജിൽ പോകണതിൽ മുന്നേ കുറച്ച് നേരം ആയാലും പ്രാർത്ഥിച്ചൊക്കെ പോണത്. മോളെ അലീന 4th ഇയർ അല്ലേ, ക്ലിനിക്കിൽ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഇഷ്ടമായോ മോൾക്ക്? എങ്ങനെയുണ്ട്? ക്ലിനിക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എനിക്ക് ക്ലിനിക്കിലിനൊക്കെ പോകാൻ ഭയങ്കര താല്പര്യവും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ദൂരെയുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നേരത്തെ എണീക്കുന്നത് മാത്രം. പിന്നെ നഴ്സിംഗ് എടുക്കുന്നതിന് മുന്നേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇത്ര ബുദ്ധിമുട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇത്രയും പേഷ്യൻ്റ് കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ പേഷ്യൻസിന് അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതെ, കറക്റ്റ്. ഈ അടുത്ത് ER ഞാനൊരു സിസ്റ്ററിനെ കണ്ടായിരുന്നു. ആ സിസ്റ്റർ എനിക്ക് ആദ്യമായിട്ട് ക്യാനുല ഇടാനായിട്ട് പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്യാനുല ഇടുന്നതിന് മുന്നേ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് തന്നത്. അതിനുശേഷം ഞാൻ ഏത് പ്രൊസീജിയർ ചെയ്താലും പ്രാർത്ഥിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ശരിക്കും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സൊക്കെ ഇത്ര പേര് ശ്രദ്ധിച്ച് ശരിക്കും നമ്മൾ റോൾ മോഡൽ ആവാണ് അല്ലേ? ആന്റിയുടെ നഴ്സിംഗ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റുഡൻറ് ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? ആൻറ്റിക്കും സ്റ്റുഡൻറ് പീരീഡിൽ ഒരു അനുഭവം ഇപ്പോൾ ആൻറ്റി ഓർക്കാണ്. 3rd ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എമർജൻസിയിലായിരുന്നു പോസ്റ്റിംഗ്. ആ സമയത്ത് ഒരു പേഷ്യൻ്റ് അഡ്മിഷനായിട്ട് വന്നു. അബോർഷന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. സമയത്ത് സ്റ്റാഫ് ഫയലൊക്കെ റെഡിയൊക്കെ ആയിരുന്നു, അസസ്മെൻ്റൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വൈറ്റൽസ് എടുക്കാനായിട്ട് അവരുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു വിഷമം, അബോർഷന് വേണ്ടിയിട്ടല്ലേ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഒന്നും കൂടി ചിന്തിച്ചിട്ട് ചെയ്താൽ പോരേന്ന്. അപ്പോൾ അവർക്ക് വൈഫ് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. വൈഫ് ഇങ്ങനെ പറഞ്ഞു, അല്ല മൂത്ത കൊച്ചിന് 1 വയസ്സാവണമല്ലോ, പിന്നെ എനിക്ക് ജോലിക്ക് പോകണം, ഇനിയിപ്പോൾ 2ാമത്തെ കൊച്ചിനെ കുറിച്ച് ചിന്തിക്കാനേ വയ്യ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിച്ചത് എൻ്റെ വേർഡ്സായിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ രക്ഷയില്ല, ഇടപെടണേ. കൊന്ത പോക്കറ്റിലുണ്ടായിരുന്നു, മാതാവിനോടും അങ്ങനെ പ്രാർത്ഥിച്ചു ഇവർക്കൊരു മനസ്സിനൊന്ന് മാറ്റം വരാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ വീണ്ടും അവരുടെ അടുത്ത് പറഞ്ഞു, ചിലപ്പോൾ ഈ കൊച്ചു വലുതായിട്ടായിരിക്കും പാരൻസിനെ നോക്കാൻ പോകുന്നത്, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ആലോചിച്ചൂടെ എന്നൊക്കെ. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അവരുടെ മനസ്സ് മാറാനായിട്ട്. അങ്ങനെ പോന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ അറിയില്ല, ദൈവത്തിൻ്റെ ഒരു ഇടപെടലാവണം സംഭവിച്ചത്. ഇടപെടൽ അവർ വന്നിട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ നിൽക്ക് കേട്ടോ, ഞങ്ങൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് വരാം, ഹസ്ബൻഡ് പറയണ് നമുക്ക് വീട്ടിൽ പോയിട്ട് ഞങ്ങളൊന്നും കൂടി ചിന്തിക്കട്ടെ, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് 2 വർഷമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു, ഒരിക്കൽ ഇവരെ കാണാനിടയായി. ഈ വൈഫ് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട്, സിസ്റ്ററെ എന്നെ ഓർമ്മയുണ്ടോ, ഞാനൊന്ന് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നതാ. ഇപ്പോൾ 2ാമത്തെ കുഞ്ഞ് 2 മക്കളും സുഖമായിരിക്കണ്, അങ്ങനെ നന്നായിട്ട് കുടുംബം മുന്നോട്ട് പോകണം, ഭയങ്കര സന്തോഷത്തിലവർ. അപ്പോൾ അത് ദൈവത്തിന് നന്ദി, ഒത്തിരി നന്ദി. ദൈവത്തിന് അത്രയും വലിയൊരു ഇത്. നമ്മൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയം ആണല്ലോ, അപ്പം നമ്മുടെ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ അവരോടൊന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളൊരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് ശേഷം ദൈവം നോക്കിക്കോളും. നമ്മൾ ആ ദൈവചിന്തയോട് കൂടി, പരിശുദ്ധ അമ്മയല്ല നമ്മോടൊപ്പം ഉള്ളത്, പിന്നെ അവർ പ്രവർത്തിച്ചോളും. നമ്മൾ ജസ്റ്റ് നന്മകൾ ചെയ്യാൻ തുടങ്ങിയാൽ മതി. അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ടെസ്സ നഴ്സിങ്ങിന് പോകുന്നത്.
ഞാൻ വിചാരിച്ചു വലിയ ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ ആ പോകുന്നത്. ശരി. മോളെങ്ങനെയാ നഴ്സിംഗിലേക്ക് ഇറങ്ങിയത്? അമ്മ പറഞ്ഞിട്ടാണോ അതോ മോളുടെ പാഷൻ വെച്ചിട്ടാണോ? ആക്ച്വലി ഞാൻ അന്ന് ഒന്നും വിചാരിച്ചില്ലായിരുന്നു എന്തെടുക്കണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നു, ലൈക്ക് ഞാൻ എങ്ങനെ എന്തെടുക്കണ്ടേ, അമ്മയ്ക്ക് എന്താ വിചാരിക്കണത്. അപ്പൊ അമ്മ പറഞ്ഞു നീ ബൈബിൾ വേഴ്സ് എഴുതിയാൽ മതി, അപ്പൊ ഈശോ നിന്റെ അടുത്ത് പറയും എന്താണ്. അപ്പൊ ഏത് കഴിയാന്നിട്ട് എനിക്ക് പെട്ടെന്ന് തലേ തോന്നിയതാണ് നഴ്സിംഗ് എടുക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു ഈ ഡിസിഷൻ പറ്റി. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിചാരിക്കുന്ന പോലെ പ്രൊഫഷണൽ അല്ല, നല്ലൊരു ഈ ഹാർഡ് വർക്കിങ്ങും പിന്നെ ഒരു ഡെഡിക്കേഷനും വേണം, പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് അത് ചെയ്താൽ മതി എന്ന രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അന്ന് പിന്നെ നഴ്സിംഗ് തന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഈ ദിവസം ക്ലിനിക്കിലും എനിക്ക് തുടങ്ങി. ഇപ്പൊ ക്ലിനിക്കിൽ പോകാനായിട്ട് എനിക്കിപ്പോ റീസെന്റ് ഒരു ജീരിയാട്രിക് വാർഡിൽ പോകാനായിട്ട് അവിടുത്തെ ഒരു സിസ്റ്റർ വന്നിട്ട് ഞങ്ങള് പേഷ്യന്റ് കെയർ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ബാത്ത് കൊടുക്കുന്ന സമയത്ത് ആ പേഷ്യന്റിനെ ഭയങ്കര എന്താ പറയാ നമ്മുടെ സ്വന്തം ഒരാൾ പോലെയായിരുന്നു ആ പേഷ്യന്റിന് കെയർ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ കണ്ടപ്പോ എനിക്ക് ഉള്ളിൽ എന്തോ ലൈക്ക് ഒരു സന്തോഷം പോലെ തോന്നി. ലൈക്ക് ഒരു ആ പേഷ്യന്റ് മനസ്സിലാവണില്ല ആ സിസ്റ്റർ എന്താ സംസാരിക്കണേ, എന്താ ഇത് ചെയ്യണം. പക്ഷെ എന്നാലും ഒരു സ്വന്തമായിട്ട് ഒരു കെയർ കൊടുക്കാന്നിട്ട് അത് കാണുന്നിട്ട് ഐ വാസ് ലൈക്ക് ഇനി ബാക്കി പേഷ്യൻസിനും ഇങ്ങനെ ഒരു കെയർ കൊടുക്കാനായിട്ട് നമുക്ക് ഉള്ളിൽ ഒരു സന്തോഷം കിട്ടും. അങ്ങനെ എനിക്ക് ഇപ്പൊ മോള് തേർഡ് ഇയർ ആയി അല്ലേ? എനിക്കിപ്പോ തേർഡ് ഇപ്പൊ മോള് റൈറ്റ് ഡിസിഷൻ ആണ് എടുത്തതെന്നുള്ളൊരു സന്തോഷം എനിക്ക് ഇപ്പൊ സന്തോഷം. അത് ശരിയാ. നമ്മൾ ചിലപ്പോൾ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവാം, അല്ലെങ്കിൽ അറ്റൻഡർ അടുത്തുണ്ടാവില്ല, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നും ആരും കാണില്ല. പക്ഷേ ഈശോ കാണണ്ട ഓരോ നിമിഷം അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. അതേ ജോളി, എനിക്കും അതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 10 വർഷമായി കാണുമായിരിക്കും. ഞാൻ ICUയിൽ ജോലി ചെയ്തെടുക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അവിടെ ഒരു വെന്റിലേറ്ററിൽ പേഷ്യൻ്റ് കിടക്കുന്നുണ്ടായിരുന്നു. കോമ സ്റ്റേജിലായിരുന്നു. ഒരു 3 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ ആ പേഷ്യൻറ്റിൻ്റെ ഒരു മോളുണ്ടായിരുന്നു. അപ്പോൾ മോള് ഒരു പേഷ്യൻ്റ് കെയർ കൺസേണിന് ഞാൻ പേഷ്യൻ്റ് കെയർ നെഗ്ലക്റ്റ് ചെയ്തെന്നുള്ള രീതിയിൽ ഒരു കൺസേൺ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനു വേണ്ടിയിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന്. സാധാരണ ഞാനെന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ പോലും പേഷ്യൻ്റ് കെയറിന് നെഗ്ലക്റ്റ് ചെയ്യത്തില്ല. കാരണം ഈവൻ ചില സമയത്തൊക്കെ ICUയിൽ അറിയാലോ, നമുക്ക് ഒരു ചായ കുടിക്കാൻ പോലും സമയമില്ല, അതുപോലെ നമ്മൾ തിരക്കായിരിക്കും. എന്നിട്ട് പോലും ഇരുന്ന് നമ്മൾ അതുപോലെ കെയർ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒത്തിരി വിഷമമായി. അപ്പോൾ അവർ ആ ഇൻവെസ്റ്റിഗേഷനായിട്ട് എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരച്ഛൻ്റെ ടോക്കായിരുന്നു. അപ്പോൾ അന്നേരത്തേക്കും ആ ടോക്കിൽ ഞാൻ കേട്ട വചനം എന്ന് പറയുന്നത് യേശയ്യ 41 അധ്യായം 9 വാക്യത്തിലൂടെ കർത്താവ് അന്നേരം എന്നോട് സംസാരിക്കുകയായിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ആ വചനം കേട്ടപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ടീം മെമ്പേഴ്സ് അവരോട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതിനെല്ലാം ഞാൻ ആൻസർ പറഞ്ഞു. പക്ഷേ അതൊന്നും അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലായിരുന്നു. എനിവേ അതെല്ലാം കഴിഞ്ഞ് അപ്പം ICUയിലൊരു PRO ഉണ്ടായിരുന്നു. അവർ ക്രിസ്ത്യനൊന്നുമല്ല. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. എനിക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല, എനിക്കൊരു ആൻസർ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്കും വന്നു. അവർ പോവുകയും ചെയ്തു. പിറ്റേ ദിവസം ആ ICUയിലെ PRO വന്നിട്ട് എന്നോട് പറഞ്ഞു, ഷർമിള, എനിക്ക് ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. എൻ്റെ ഉള്ളിൽ ആരോ ഇരുന്നോണ്ട് പറയുന്ന പോലെ ഇതൊന്ന് ചെക്ക് ചെയ്യണമെന്ന്. നീ ഒരു പണി ചെയ്യ്, നിൻ്റെ ഫയലെല്ലാം ഒന്ന് നോക്ക്, നീ കെയർ കൊടുത്തതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നമുക്കത് സബ്മിറ്റ് ചെയ്യാം. അപ്പം ആ സമയത്തെന്ന് പറയുന്നത് നമുക്ക് എല്ലാം ഫയലെല്ലാം പേപ്പറിലല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇല്ലില്ല, ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിലൊന്നും അല്ല നമ്മൾ നോട്ട്സ് എഴുതുന്നത്. ഫയല് ഒരു 3 വർഷത്തെ എന്ന് പറയുന്നത് എന്തുമാത്രം ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നത്. അത് പക്ഷേ അതെല്ലാം ഞാൻ ഓരോ പേപ്പർ ആയിട്ട് ഇങ്ങനെ നോക്കി ഞാൻ ഏറ്റവും അവസാനം അത് കണ്ടു. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്ത കെയറും ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ കെയറും ഞാൻ അഡീഷണൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദൈവമായിട്ട് എൻ്റെ മുന്നേ ദൈവം പോയി അത് എനിക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. ആ സമയത്തിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം നമ്മൾ അറിയാത്തൊരു കാര്യത്തിനാണ് ഇതുപോലൊരു ഇൻവെസ്റ്റിഗേഷനൊക്കെ വന്നത്. ആ സമയത്ത് വീട്ടിലുള്ളവർക്കൊക്കെ അതിനെപ്പറ്റി അറിയാമായിരുന്നു.
ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് അമ്മ ചില ദിവസം ഉറങ്ങാറില്ല, പിന്നെ ഫുൾ പ്രാർത്ഥന ഇതൊക്കെയായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു സാഡ് ഇതായിരുന്നു അമ്മ ആ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ. ശരിയാ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തോരം സ്ട്രെസ്ഡ് ആയിരിക്കുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ശരിക്കും ആ സമയത്ത് ഫിസിക്കലി മെൻ്റലി ഒക്കെ ഒത്തിരി അഫക്റ്റ് ചെയ്തു. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഈശോയോട് കൂടുതലെടുത്തു. എന്തു വന്നാലും ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, പിന്നീട് ഞാൻ ICUലെ PROയെ അവർ ക്രിസ്ത്യനല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവർ പിന്നീട് എന്നെ കണ്ടു കഴിയുമ്പോൾ പറഞ്ഞു, ഷർമിള, നിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം നിനക്ക് ഭയങ്കര സ്ട്രോങ് ബിലീവാന്നൊക്കെ അവിടെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ ഭയങ്കര സന്തോഷം തോന്നി. ശരിയാ. ഷർമിള നീതിപൂർവം കർത്താവിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്ത ജോലിയാ. അപ്പോൾ ദൈവം തന്നെ പരിപാലിച്ച് എല്ലാം നീതിപൂർവം പ്രവർത്തിച്ച കാരണം ഷർമിളേനെ ദൈവം നല്ലൊരു സ്ഥാനത്തേക്ക് ഉയർത്തി. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ശരിക്കും തീർച്ചയായിട്ടും അതൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. പക്ഷേ എനിക്ക് ജോലിക്കറിയാം, എനിക്ക് യാതൊരു കഴിവോ മിടുക്കൊന്നുമില്ല. എനിക്കിപ്പോൾ ഈവൻ പബ്ലിക്കായിട്ട് 2 പേരുടെ മുമ്പിലൊന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാണ്. പക്ഷെ അത് ദൈവമായിട്ടാണ് എന്നെ നടത്തുന്നത്. ഓരോ നിമിഷവും എനിക്ക് അത് ശരിക്കും അറിയാൻ പറ്റും. മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇരിക്കുന്ന ആലോചിക്കും, കർത്താവ് എനിക്കെന്ത് യോഗ്യതയുള്ളതെന്ന്. അത് ശരിയാ ഷർമിള. ഈശോ നമ്മളോട് പറയുന്നുണ്ട് 2 കൊരിന്തോസ് 12:9 നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുന്നതെന്ന്. ആ വചനത്തിലൂടെ ഞാൻ ശരിക്കും ഒന്ന് ജീവിക്കുക. എൻ്റെ ബലഹീനതകളിൽ ഈശോ ആണ് ജീവിക്കുന്നത്, ഈശോയാണ് എന്നെ വഴി നടത്തുന്നത്. മക്കളെ, നമ്മൾ ഇത്ര നേരം നമ്മുടെ എക്സ്പീരിയൻസും മീൻസ് നിങ്ങളുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈശോയുടെ സ്നേഹവും എളിമയും എന്നും നമ്മളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ എത്ര നല്ല പൊസിഷനിൽ എത്തിയാലും ആ കരുണയും സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഈശോ പുൽത്തൊഴുത്തിൽ വന്ന് പിറന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ രോഗികളിലും ഈശോനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ ഓരോ മുറിവും നമ്മൾ വെച്ച് കെട്ടുമ്പോൾ ഈശോ നിന്റെ തിരുരക്തം കൊണ്ട് ഇത് കഴുകണമേ, അപ്പോൾ ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ നല്ല നേഴ്സുമാരായിട്ട് നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യാനും, അതുപോലെ ഇപ്പൊ നിങ്ങൾ വാടി ചെന്നപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടി. മറ്റു നേഴ്സസിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നല്ല മാതൃകയാണ്. അതുപോലെ വരും തലമുറയ്ക്ക് നിങ്ങളും നല്ല മാതൃകകളായിട്ട് തീരണം. അതിനുവേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്തോ പാട്ട് കേൾക്കണില്ലേ? കരോള് വരുന്നതായിരിക്കും, ഞാൻ നോക്കട്ടെ.
പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി സ്വജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഇതിനുള്ള തെളിവാണ് നമ്മൾ ഇന്ന് കണ്ട നഴ്സുമാരും അവരുടെ മക്കളും. ബത്ലഹേം മുതൽ കാൽവരി വരെ സ്വന്തം ജീവിതം കൊണ്ട് ഈശോ നമുക്ക് കാണിച്ചു തന്നത് ഇതല്ലേ? ഇനിയുള്ള നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാവട്ടെ. അങ്ങനെ നാം വഴി ക്രിസ്തുവിന്റെ സ്നേഹം അനേകരിൽ നിറയട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.